Chapter 21, verse 10 and 11. Yes. Praise God. Hallelujah. And the multitude said, "This is Jesus." Hallelujah. And when he was come into Jerusalem, all the city was moved, saying, "Who is this?" കർത്താവേ, വചനം അങ്ങയുടേതാണ്, ഞങ്ങൾ ഓരോരുത്തരും അങ്ങയുടേതാണ്. ഒരു നാളത്തെ പരമായിട്ട് ഞങ്ങളുടെ പഠനം അടയാള സഹിതം വചനം വെളിപ്പെടുവാനിടയാക്കണം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അവൻ യെരൂശലേമിൽ കടന്നപ്പോൾ നഗരം മുഴുവൻ ഇളകി. അവൻ ആരെന്ന് പറഞ്ഞു. ഇവൻ ഗലീലയിൽ നസ്രയത്തിൽ നിന്നുള്ള പ്രവാചകനായ യേശു എന്ന് പുരുഷാരം ഉത്തരം പറഞ്ഞു. നഗരത്തിൽ യേശു ചെന്നപ്പോൾ നഗരം ഇളകുവാനിടയായി തീർന്നു. അക്ഷരികമായ തൻ്റെ ഭാരം കൊണ്ടാണോ ഇളകിയത്? യേശു എന്ന വ്യക്തിയുടെ അകത്തെ മനുഷ്യൻ, ദൈവ മനുഷ്യൻ, തൻ്റെ സാന്നിധ്യം ആ പട്ടണം തിരിച്ചറിയുവാനിടയായി തീർന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ വില അറിയത്തിലും ആത്മമണ്ഡലത്തിന് നമ്മുടെ വില അറിയാം. നാം ചിലർത്തൂടെ നടന്നു പോകുമ്പോൾ നമ്മൾ വിലയില്ലാത്തവരായിട്ട് തോന്നും. പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള യേശുവിൻ്റെ ശക്തിയെ തിരിച്ചറിയുന്ന പൈശാചിക മേഖലകൾ ഇളകുവാനിടയായിത്തീരും. ഹല്ലേലൂയ. പലതിനും ആട്ടം തുടങ്ങുവാനിടയാകും. അടിസ്ഥാനങ്ങൾ തകരപ്പെടുവാനിടയാകും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം നമ്മുടെ ഉള്ളിൽ നൽകിയിട്ടുള്ള അഭിഷേകത്തിൻ്റെ വില അറിയുന്ന ദൈവജനം ഇന്നൊരിക്കലും പുറകോട്ട് പോകരുത്. ആത്മാവിൽ ചില സ്റ്റെപ്പുകൾ മുന്നോട്ട് വരുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. മത്തായി സുവിശേഷം 21-ാം 1 മുതൽ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു. അനന്തരം അവർ യെരൂശലേമിനോട് സമീപിച്ച് ഒലിവുമരയരികെ ബേത്ത്ഫഗയിലെത്തി. അനന്തരം എന്ന് പറയുമ്പോൾ അതിൻ്റെ മുമ്പ് ഒരു കുരുടനെ സൗഖ്യമാക്കുകയാണ്. കർത്താവേ, ദാവീദ് പുത്രാ, ഞങ്ങളോട് കരുണ തോന്നണമെന്ന് നിലവിളിച്ച് പറഞ്ഞ ഒരുവന് വേണ്ടി യേശു നിന്നു. അവന് വേണ്ടി ഹല്ലേലൂയ കാഴ്ച നൽകുവാനിടയായി. ഞങ്ങൾക്ക് കണ്ണ് തുറന്ന് കിട്ടണം കർത്താവെ, ഞങ്ങൾ കണ്ണു തുറന്ന് കിട്ടണമെന്ന് പറഞ്ഞു. യേശു മനസ്സലിഞ്ഞ് അവരുടെ കണ്ണു തൊട്ടു. ഉടനെ അവർ കാഴ്ച പ്രാപിച്ച് കർത്താവിനെ അനുഗമിപ്പാനിടയായിരുന്നു. അങ്ങനെ ഒരു കൂട്ടം അനുഗമിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ അതിനനന്തരമായിട്ട് യെരൂശലേമിനോട് സമീപിച്ച് ഒലിവുമരയരികെ ബേത്ത്ഫഗയിൽ യേശു എത്തിയപ്പോൾ 2 ശിഷ്യന്മാരെ അയച്ചിട്ട് പറയുകയാണ്, നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ. Go to the opposite village. Hallelujah. നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ. അവിടെ കെട്ടിയിരിക്കുന്ന ഒരു പെൺകഴുതയും അതിൻ്റെ കുട്ടിയെയും നിങ്ങൾ ഉടനെ കാണും. അവയെ അഴിച്ചുകൊണ്ടുവരുവീൻ. നിങ്ങളോട് ആരാനും വല്ലതും പറഞ്ഞാൽ കർത്താവിന് ഇവയെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറവീൻ. തൽക്ഷണം അവൻ അവയെ അയക്കും എന്ന് പറഞ്ഞു. അവിടെ ഒരു പെൺകഴുതയെ കെട്ടിയിരിക്കുകയാണ്. അതിൻ്റെ കുട്ടിയെ കെട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയത്തില്ല, കെട്ടിയതായിട്ടവിടെ പറയുന്നില്ല. എന്തായാലും പെൺകഴുതയെ കെട്ടിയിട്ടുണ്ട്. അദൃശ്യമായ ഒരു കെട്ടിനാൽ ഈ കുട്ടിയും കെട്ടപ്പെട്ട് കിടക്കുകയാണ്. അതിന് കഴുത്ത് കെട്ടൊന്നും വീണിട്ടില്ലെങ്കിലും തള്ള കെട്ടി കിടക്കുന്നത് കൊണ്ട് ഈ കുഞ്ഞു കഴുതയ്ക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്നില്ല, അല്ലേ? അവിടെ കെട്ടപ്പെട്ട് കിടക്കുക. അതിനെ അഴിപ്പാൻ തക്കവണ്ണം അവിടെ ചെല്ലുമ്പോൾ ആരെങ്കിലുമൊക്കെ ചോദിക്കുമെന്ന് കർത്താവിന് അറിയാം. അതുകൊണ്ട് മുന്നമേ തന്നെ പറഞ്ഞു, ആരെങ്കിലും നിങ്ങളോട് വല്ലതും പറഞ്ഞാൽ കർത്താവിന് ഇവയെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറവീൻ. തൽക്ഷണം അവൻ അവയെ അയക്കുമെന്ന് പറഞ്ഞു. ആരെങ്കിലുമൊക്കെ ചോദിക്കും, പക്ഷെ ഞാൻ പറയുന്നത് പറയുമ്പോൾ അവൻ അയക്കും. ആരയക്കുന്നത്? അവൻ അയക്കും. കുറച്ചുപേര് കൂടിയായിരിക്കും പറയുന്നത്, പക്ഷെ അവരെ പ്രേരിപ്പിക്കുന്നതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന ശക്തിക്ക് പിന്നീട് തടഞ്ഞു വെക്കാൻ കഴിയാത്ത രീതിയിൽ അഴിച്ചുകൊണ്ടുവരുവാൻ തക്കവണ്ണം അഭിഷേകമുള്ളവനാണ് അഭിഷക്തന്മാരെ അയച്ചത്. ഹല്ലേലൂയ. നമ്മെ അയച്ചത് ലോകത്തിൽ ആരെങ്കിലും അല്ല, ഒരു പ്രസ്ഥാനമല്ല, ഒരു വ്യക്തിയല്ല. എന്നാൽ ഹല്ലേലൂയ, സകലത്തെയും ഭരിക്കുന്നവൻ, സകലത്തെയും നിയന്ത്രിക്കുന്നവൻ, സകലത്തെയും സൃഷ്ടിച്ചവൻ, ഹല്ലേലൂയ, തൻ്റെ ആത്മസാന്നിധ്യം നമ്മിലേക്ക് നൽകിയിട്ട് തൻ്റെ അഭിഷേകത്താൽ നിറച്ചിട്ട് പറഞ്ഞു, ചിലരെയൊക്കെ കെട്ടഴിച്ചു കൊണ്ടുവരുവീൻ. കെട്ടഴിക്കാനായിട്ട് അവിടേക്ക് ചെന്ന് കെട്ടഴിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ചോദ്യമൊക്കെ തുടങ്ങി. അതുവരെ ആർക്കും ഒരു കുഴപ്പമില്ലായിരുന്നു. അവിടെ ആ കഴുത കെട്ടിയിട്ടപ്പോൾ അതിനെ ആർക്കും വേണ്ടായിരുന്നു. കെട്ടപ്പെട്ട് കിടക്കുന്ന കഴുതയ്ക്ക് അല്പം ഭക്ഷണം കൊടുക്കാൻ പോലും ചിലപ്പോൾ ഒരുപക്ഷെ ആർക്കും തോന്നിയിട്ടില്ലായിരിക്കാം. എന്നാൽ അഴിച്ചുകൊണ്ട് പോകുന്നത് കണ്ടപ്പോൾ ചോദിക്കാനും പറയാനും ഒക്കെ ആൾക്കാർ പൊങ്ങി വരികയാണ്. എന്നാൽ അങ്ങനെയുള്ള സകല നാവിനെ അടയ്ക്കാൻ തക്കവണ്ണം ദൈവം നൽകിയ അഭിഷേകത്തിൻ്റെ വാക്കിതാണ്, കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട്. പ്രൈസ് ഗോഡ്.
ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ, ഹല്ലേലൂയ, പലപ്പോഴും നാം കടന്ന് നിലവിളിച്ചിട്ടും മാറാത്ത പൈശാചിക മേഖലകൾക്ക് മുമ്പിൽ അധികാരത്തോടെ അഭിഷേകത്തോടെ എഴുന്നേറ്റ് നിന്നിട്ട് കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ടെന്നൊരു വാക്ക് അധികാരത്തോടെ പറയാൻ കഴിയുമോ? അവിടെ വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുവാനിടയാകും. വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുവാനിട. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന പോലെ എല്ലാവരും എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? യുദ്ധത്തിന് ഇരിക്കുന്ന പോലെ ഇരിക്കണം കേട്ടോ. ഇന്ന് ബൈബിൾ സ്റ്റഡി ഒന്നും അല്ല ഇത്, ഞാൻ പഠിപ്പിക്കാൻ തക്കവണ്ണം ആളുമല്ല. ഹല്ലേലൂയ. ഒരാത്മീയ ശുശ്രൂഷയാണ്. എല്ലാവരും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളുടെ അരയ്ക്ക് സത്യം നീതി എന്ന കവചം ധരിച്ച് സമാധാന സുവിശേഷത്തിനുള്ള ഒരുക്കം ഹല്ലേലൂയ ചെരുപ്പാക്കി ഇടുക. സകലത്തിന് മീതെ ദുഷ്ടൻ്റെ തീയമ്പുകളൊക്കെ കെടുക്കുവാൻ തക്കണ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ടിരിക്കുക. ദൈവജന എന്ന ആത്മാവിൻ്റെ വാള് ഹല്ലേലൂയ അതിൻ്റെ കൂടെ സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും ജാഗരിച്ചുകൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീൻ. ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനാപതിയായി ദൈവത്തിൻ്റെ സന്നിധി നിൽക്കുമ്പോൾ എനിക്ക് വചനത്തിൻ്റെ വാതിൽ തുറന്ന് കിട്ടേണ്ടതിന് പ്രാർത്ഥനയിൽ എന്നോടുകൂടെ പോരാട്ടം കഴിപ്പീൻ. അങ്ങനെ ഇന്നൊന്ന് പോരാടി എൻ്റെ കൂട്ടത്തിലൊന്ന് നിൽക്കാൻ തക്കവണ്ണം ദൈവത്തിനോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവവചനത്തിന് ബന്ധനമില്ല. എന്നാൽ നാം ജഡശരീരത്തിൽ ഇരിക്കുമ്പോൾ സാത്താന്യ ശക്തികൾ നമ്മുടെ ജഡത്തോട് പോരാടുവാനിടയാകും. വചനത്തിൻ്റെ അട്ടറൻസിനെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയാതെ വണ്ണം അവൻ പോരാടിക്കൊണ്ടിരിക്കും. പ്രൈസ് ഗോഡ്. എങ്ങനെയാ പോരാടുന്ന അറിയാവോ? നല്ലതായിട്ട് നിലമൊക്കെ ഉഴുത് വിത്ത് അങ്ങോട്ട് ഇടാൻ നോക്കുമ്പം നിലം അതിന് റെഡി ആയിട്ടില്ലെങ്കിൽ അതിൻ്റെ ഫലം കായ്പാൻ കഴിയാതെ പോകും. അതിനിടയാകരുത്. ഹല്ലേലൂയ. എല്ലാ ചിന്തകളും നിങ്ങളെ അലട്ടുന്ന ഒത്തിരി ഭാരങ്ങൾ കാണാം. ഹല്ലേലൂയ. അടുത്ത ചിലപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കാനുള്ള കാര്യത്തെക്കുറിച്ച് പോലും നമ്മൾ ചിലപ്പോൾ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടാകും. അതെല്ലാം ഒരല്പസമയം മാറ്റിവെച്ച് ഹല്ലേലൂയ. നാളെ ജോലിയിലുള്ള ക്ലേശങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടായിരിക്കാം. ഹല്ലേലൂയ എഡ്യൂക്കേഷൻ സ്ഥാനങ്ങളിലുള്ള ക്ലേശങ്ങൾ നിങ്ങളെ ഭീതിപ്പെടുത്തുന്നുണ്ടാകാം. ഹല്ലേലൂയ. എന്നാൽ അതിനെയൊക്കെ ജയിക്കുന്നൊരു അഭിഷേകമാണ് ഇന്ന് പൽക്കാലം ഇവിടെ വ്യാപരിക്കുന്നത്. റമന ദുരബ ശാന്താരാലരബ സാഖാരാരബ. ഹല്ലേലൂയ. 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 Praise God. Hallelujah. Praise God. Rakhana daraba shendara baragatteria bo shambrania. Ragal koria basandara ragatteria ma ragana daraba. Hallelujah. 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 Eri mana raga shandara daraba ragania raskaria bo shambrania. Ral maragatteria ba shatharaba. Yes, Lord. Yes, Lord. Yes, Lord. Hallelujah. ഒരു പ്രവചനത്തിന്റെ നിവർത്തി കാണാൻ പോകും. പ്രവചനം കോട്ട് ചെയ്ത് എഴുതിയിട്ടുണ്ട് അതിന്റെ 4-ാം വാക്യത്തിൽ. എന്താ എഴുതിയേക്കുന്നത്? 21-ാമത്തെ 4-ാം വാക്യത്തിൽ സിയോൻ പുത്രിയോട്. അതെ, അവിടെ പ്രവാചകന്മാർ മുഖാന്തരം യേശു ലോകത്തിൽ മനുഷ്യനായി അവതരിക്കുന്നതിനും അനേക വർഷങ്ങൾക്ക് മുമ്പേ പ്രവാചകന്മാരിൽ കൂടി അരുളി ചെയ്തൊരു വാഗ്ദത്ത നിവൃത്തി അവിടെ നടക്കുകയാണ് അല്ലേ? ഹല്ലേലൂയ. ഇതിൻ്റെ പല ഘട്ടങ്ങൾ, അതായത് ഇത് അക്ഷരികമായിട്ട് നിറവേറിയെങ്കിലും ഇത് ഹല്ലേലൂയ ഇനിയും നിറവേറ്റപ്പെടുവാനുള്ള ഒരു സംഗതിയുടെ നിഴലായിട്ടാണ് ഇത് നടന്നതെന്ന് നമുക്ക് ദൈവവചനം പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ അവിടെ അക്ഷരികമായിട്ട് അത് സംഭവിക്കുമ്പോൾ ശിഷ്യന്മാർ പുറപ്പെട്ട യേശു കൽപ്പിച്ചതുപോലെ ചെയ്തു. കഴുതയും കുട്ടിയും കൊണ്ടുവന്ന് തങ്ങളുടെ വസ്ത്രം അവയുടെ മേലിട്ടു. യേശു കയറിയിരുന്നു. പുരുഷാരം മിക്കതും തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിച്ചു. മറ്റു ചിലർ വൃക്ഷങ്ങളിൽ നിന്ന് കൊമ്പ് വെട്ടി വഴിയിൽ വിതറി. മുന്നും പിന്നും നടന്ന പുരുഷാരം ദാവീദ് പുത്രന് ഹോശന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, അത്യുന്നതങ്ങൾ ഹോശന എന്ന് ആർത്തുകൊണ്ടിരുന്നു. അതിനുശേഷം നാം വായിച്ച ഭാഗം നമ്മുടെ കീവേഡിലേക്ക് നാം വരികയാണ്. അവൻ യെരുശലേമിൽ കടന്നപ്പോൾ, പ്രവചന നിവൃത്തിയുമായി യേശു യെരുശലേമിലേക്ക് കടന്നപ്പോൾ നഗരമിളകി. പ്രവചന നിവൃത്തിയുമായി നാം ഹല്ലേലൂയ നാം ചില ഇടങ്ങളിലേക്ക് കടക്കുമ്പോൾ നഗരമിളകുവാനിടയാകും.
ഹല്ലേലൂയ. നാം ആയിരിക്കുന്ന ഈ പട്ടണത്തിൽ, ന്യൂയോർക്ക് സിറ്റിയിൽ, അനേക വർഷങ്ങൾക്ക് മുമ്പേ ചാൾസ് ഫിന്നി എന്ന് പറയുന്ന ഒരു അഭിഷക്തൻ, അദ്ദേഹം മറ്റൊരിടത്ത് നിന്ന് യാത്ര ചെയ്ത് ഹല്ലേലൂയ റെയിൽവേ സ്റ്റേഷനിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ വഹിച്ചുകൊണ്ടുവന്ന ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ട് നിർത്തിയതേ ഉള്ളൂ. തൻ്റെ മേലുള്ള അഭിഷേകം ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് ജനം തിരിച്ചറിയാനിടയായിത്തീർന്നു. ഹല്ലേലൂയ. ചാൾസ് ഫിന്നി ഒരു വാക്കും പറഞ്ഞില്ല. താൻ പോലും അറിയാതെ തൻ്റെ അഭിഷേകത്തെ സാത്താന്യ ശക്തികൾ കണ്ട് ഭയപ്പെടുവാനിടയായിത്തീർന്നു. ഓ ഹല്ലേലൂയ. ആളുകൾ കൂട്ടമായി നിലവിളിക്കുവാനിടയായിത്തീർന്നു. പാപങ്ങൾ ഏറ്റുപറഞ്ഞു. ഒരു വചനോടെ വിതയ്ക്കപ്പെട്ടില്ല, എന്നാൽ അഭിഷേകം അതിൻ്റെ പ്രവൃത്തി ചെയ്യുവാനിടയായിത്തീർന്നു. റബന ദുരക ശാന്താരബ. വാഗ്ദത്ത നിവൃത്തിയിലേക്ക് കയറി ചിലയിടത്തേക്ക് നീ കാലെടുത്തു വെക്കുമ്പോൾ നീ ഒരു വാക്കും പറയണ്ട. പട്ടണത്തെ ഇളക്കുന്ന അഭിഷേകം, ഓ റബാനദരബാഷ, അതാണ് നിന്നെ കുറിച്ചുള്ള വാഗ്ദത്തം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. റബ ശാന്താരാല റബ സെകേരിയോ റഗന ദുരബ ശാന്താരിയ റഗസ്കോ റിബ റഗന ദരബ. Hey Ramana daraba sheke. Hallelujah, hallelujah. Praise God. Praise God. Hallelujah. Yes. Yes. Oh, ദൈവത്തിൽ കൂടെയുള്ള വിടുതലുകൾ നടക്കട്ടെ. അദൃശ്യമായ കെട്ടുകൾ അഴിയട്ടെ. അദൃശ്യമായ കെട്ടുകൾ അഴിയട്ടെ. ഒറോക്കോ സെംബ്രോനിയാറഗസ്കോരിയാബ. ആ വിചാരത്തിന്റെ കെട്ടുകൾ, മനുഷ്യൻ കണ്ടും കാണാതെയും കെട്ടിയ കെട്ടുകൾ, അദൃശ്യ മണ്ഡലത്തിൽ കെട്ടിയ കെട്ടുകൾ, ഒരു കണ്ണും കാണരുതെന്ന് പറഞ്ഞ് കെട്ടിയ കെട്ടുകൾ ആത്മാവിൽ അഴിക്കുന്നു. ദൈവജനം അഴിക്കുന്നു, ആത്മാവിൽ അഴിക്കുന്നു. ആത്മാക്കൾ കടന്നു വരുവാൻ കഴിയാതെ വണ്ണം കെട്ടിയ കെട്ടുകൾ ഞങ്ങൾ അതിനെ ആത്മാവിൽ അഴിക്കുന്നു, ആത്മാവിൽ അഴിക്കുന്നു. അദൃശ്യ മണ്ഡലത്തിൽ അന്ധകാരത്തിൽ കെട്ടതിനെ ഞങ്ങൾ വെളിച്ചത്തിൽ അഴിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഈ ആലയത്തിന് നെടുകയും കുറുകയും ഞങ്ങൾ സ്റ്റെപ്പ് എടുത്തു വെക്കുന്നു. യേശുവിന്റെ നാമത്തിൽ നിന്റെ ഉള്ളങ്കാൽ ചവിട്ടുന്ന ദേശമൊക്കെയും ഹല്ലേലൂയ ഞാൻ മോശയോട് കൽപ്പിച്ചതുപോലെ, ഓ ഹല്ലേലൂയ ഹല്ലേലൂയ, നിന്നോടും കൂടെ ഇരുന്ന് കൽപ്പിക്കുകയാണ്. ഓ അഭിഷക്ത, നിന്റെ ഉള്ളങ്കാൽ ചവിട്ടുന്ന ഭവനങ്ങൾ ഹല്ലേലൂയ വിടുവിക്കപ്പെട്ട് പുറത്തു വരാൻ പോകുകയാണ്. റാബാനാദാരാബ ശാന്താരാബ Rekenia ragasko riba ragatariaba shandaraba rakonia ralaba shandara mana ragasko riaba. Yes. Hallelujah. 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 Rekenia daraba shandara duraba ragate riabo sambraria ral maragaskeriba sandara duraba ragana daragashkeriba Roll maragateri sandara banaragateri. Hallelujah. ഈ അഭിഷേകം എന്നൊക്കെ പറഞ്ഞ അലർജിയുള്ള ഒരു കൂട്ടം പെന്തക്കോസിനകത്ത് ഇപ്പം എഴുന്നേറ്റ് വരുന്നു. കേരളക്കരയിൽ ബ്രദറുകാരുടെ ഇടയിലൊക്കെ ആ രീതിയിലുള്ള വചനവെളിപ്പാടിൻ്റെ ഉണർവൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ അഭിഷക്തന്മാരെ ചിലരെ ദൈവം എഴുന്നേൽപ്പിക്കാനിടയായിത്തീർന്നു. ആത്മാവിൻ്റെ തീ അയക്കുവാനിടയായിത്തീർന്നു. അതൊരു വേറൊരു മൂവായിട്ട് തീരുവാനിടയായിത്തീർന്നു. ഹല്ലേലൂയ. ആത്മാവിൻ്റെ തീയിൽ വിടുതലുകൾ ഉണ്ടാകുവാനിടയായിത്തീർന്നു. രോഗികൾ സൗഖ്യമാകുവാനിടയായിത്തീർന്നു. അന്ധകാര ശക്തികൾ വ്യക്തികളിൽ നിന്ന് വിട്ടുപോകുവാനിടയായിത്തീർന്നു. ഓ പൈശാചിക മേഖലകൾ ഹല്ലേലൂയ അഴിഞ്ഞിട്ട് ദൈവജനം വളരെ വേഗം വിടുതൽ പ്രാപിക്കാനിടയായിത്തീർന്നു. പ്രൈസ് ഗോഡ്. എന്നാൽ അങ്ങനെയുള്ള ഒരു ആത്മാവിൻ്റെ കൂട്ടത്തെ പിന്നെയും കൊണ്ട് ഹല്ലേലൂയ പഴയ തൊഴുത്തിൽ കെട്ടുവാൻ തക്കണം. പിശാച് കൊണ്ടുവരുന്ന തന്ത്രത്തെ തിരിച്ചറിയാതെ ദൈവജനം പോകരുത്. എന്താണ് അഭിഷേകം? ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളിൽ ഉള്ളതിന്റെ അളവാണ് അഭിഷേകം. അഭിഷേകം ആർക്കാണ് വേണ്ടത്? രാജാവിന് അഭിഷേകം വേണം, പുരോഹിതന് അഭിഷേകം ചെയ്യണം, ഒരു പ്രത്യേക നിയോഗത്തിന് അഭിഷേകം വേണം, ഓരോ നിയോഗങ്ങൾക്കും അഭിഷേകം വേണം. നിനക്കൊരു ദിവസത്തേക്ക് അഭിഷേകം വേണം, പ്രത്യേക നേരങ്ങളിലേക്ക് അഭിഷേകം വേണം, പ്രത്യേക ദൗത്യങ്ങൾക്ക് അഭിഷേകം വേണം. പ്രൈസ് ഗോഡ്. ഏലിയാവിന്റെ കാലത്തെ അഭിഷേകം അന്നത്തെ പോരാട്ടത്തിന് മതിയായിരുന്നു. എന്നാൽ ഏലിശയുടെ കാലത്തേക്ക് കയറിയപ്പോൾ ഇരട്ടി കൃപയ്ക്ക് വേണ്ടി അപേക്ഷിപ്പാൻ അഭിഷക്തന്റെ ഉള്ളിൽ ദൈവാത്മാവ് പ്രേരിപ്പിക്കാൻ ഇടയായി തീർന്നു. ഒരുപക്ഷെ നിങ്ങളുടെ പിതാക്കന്മാർ തീയായിട്ട് നിന്നിട്ടുണ്ടെങ്കിലും
അതിൻ്റെ അപ്പുറത്തെ 10 മടങ്ങ് തീയായിട്ട് നിൽക്കാൻ വിളിക്കപ്പെട്ടവരാണ് നിങ്ങൾ. ഉറങ്ങരുത്, ദൈവസഭയിനി ഉറങ്ങരുത്. റമന ദുരബ ഷാക്കാരബ സാന്തരബ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അഭിഷേകത്തെക്കുറിച്ചുള്ള അലർജികളൊക്കെ മാറ്റണം കേട്ടോ. ഓ ഹല്ലേലൂയ. വാഗ്ദത്തത്തിന് നിവർത്തി വരുന്നത് അഭിഷേകത്തിൽ കൂടിയാണ്, ദൈവ സാന്നിധ്യത്തിൽ കൂടിയാണ്. ഇന്ന് ഇവിടെ ഇരുന്നൊന്ന് പ്രാർത്ഥിക്കാമോ? ഞാൻ ഇന്ന് വന്നപ്പോൾ എന്നിൽ എത്രമാത്രം ദൈവ സാന്നിധ്യമുണ്ട്, അതിൻ്റെ ഇരട്ടിയായിട്ട് എനിക്ക് വേണമെന്നൊന്ന് പ്രാർത്ഥിക്കാവോ? ഞാൻ പറയുന്നത് ഒന്നും നിങ്ങൾ കേട്ടില്ലെങ്കിലും ഒന്നും ഗ്രഹിച്ചില്ലെങ്കിലും ഈ ഒരു പ്രാർത്ഥനാ വാചകം ചൊല്ലിക്കൊണ്ടിരിക്കാമോ? ഹല്ലേലൂയ. ആരും ഇവിടെ നിന്ന് കടന്നു വന്ന പോലെ മടങ്ങി പോകുവാനിടയാകത്തില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കർത്താവ് വാഹനമേറിയപ്പോഴത്തേക്ക് ഈ കഴുതയുടെ അനുഭവമൊക്കെ വ്യത്യസ്തമാണ്. നിങ്ങളിത് ഒത്തിരി കേട്ടിട്ടുണ്ട്. ഒത്തിരി അഭിഷക്തന്മാർ, നമ്മുടെ അഭിഷക്തനൊക്കെ ഇത് പ്രസംഗിച്ചിട്ടുള്ളതാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ അവിടേക്ക് കടക്കുന്നില്ല. അതിനൊരു വ്യത്യസ്ത ഭാഗത്തേക്ക് കടക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രവചന നിവൃത്തിയാണെന്ന് നാം പറഞ്ഞുവല്ലോ. ഹല്ലേലൂയ. ദാവീദ് ഇത് പ്രവചിച്ച ഭാഗം നമുക്ക് 24-ാം സങ്കീർത്തനത്തിൽ കാണുവാൻ കഴിയും. ഹല്ലേലൂയ. സാം 24. ഹല്ലേലൂയ. 24-ാം സങ്കീർത്തനത്തിൻ്റെ 7-ാം വാക്യം മുതൽ ഒന്ന് വായിക്കാം. ആമേൻ. ആമേൻ. സൈന്യങ്ങളുടെ യഹോവ, യുദ്ധവീരൻ, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കാൻ വേണ്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അക്ഷരികമായിട്ട് ഇതിങ്ങോട്ട് വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. ഇതിൻ്റെ ഒരു നിവർത്തി ഇനിയും വരുന്നുണ്ട് കേട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജഡത്തിൽ വെളിപ്പെട്ട യേശു ടെമ്പിൾ മൗണ്ടിലേക്ക് കടന്നു പോകാൻ കിഴക്കേ വാതിൽ കൂടി കടന്നു പോകുവാൻ ഇടയായി തീർന്നതാണ് ചരിത്രം പറയുന്നത്. എന്നാൽ ഇതിൻ്റെ ഒരു വെളിപ്പെടലുണ്ട് കേട്ടോ. ഇന്ന് ആത്മാവിൽ നിറഞ്ഞ ദൈവസ്ഥലം നിൽക്കുന്ന നിങ്ങളുണ്ടല്ലോ, അതിൻ്റെ കൂട്ടത്തിൽ നിൽക്കാനുള്ള ഒരു ഉഴപ്പി പുറകോട്ട് പോകരുത് കേട്ടോ. ഹല്ലേലൂയ. യേശുവിൻ്റെ മടങ്ങി വരവിൻ്റെ 2 ഘട്ടങ്ങൾ. ഒന്നാമത്തെ ഘട്ടം നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഹല്ലേലൂയ. അതിൽ നഷ്ടപ്പെടുവാൻ ഒരു ചാൻസും ഉണ്ടാകരുത്. രഹസ്യവരവിൽ നഷ്ടപ്പെടുവാൻ ഒരു സാധ്യത ഉണ്ടാകരുത്. എപ്പോൾ സംഭവിക്കുന്ന അറിയത്തില്ല. ഒരുപക്ഷെ ഇന്ന് സംഭവിച്ചേക്കാം, ഇന്ന് വൈകിട്ട് സംഭവിച്ചേക്കാം, ഈ നിമിഷത്തിൽ സംഭവിച്ചേക്കാം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഉറങ്ങുമ്പോൾ ചിലപ്പോൾ സംഭവിച്ചേക്കാം. എപ്പോഴാണെന്ന് നമുക്കറിയത്തില്ല. ഇന്നാരെങ്കിലും അതിന് ക്രമീകരണം പ്രാപിക്കാൻ ഉണ്ടെങ്കിൽ അടുത്ത ദിവസം എന്ന് പറഞ്ഞ് മാറ്റിവെക്കാതെ ഇപ്പോൾ തന്നെ ഹൃദയത്തിൽ തീരുമാനമെടുത്ത് യേശുവിനെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാനിടയാകട്ടെ. യേശുവിൻ്റെ വരവിന് ശേഷം 7 വർഷക്കാലം ദൈവസഭ ദൈവത്തോടൊത്ത് സ്വർഗത്തിലായിരിക്കുമ്പോൾ, മണവാളിനോടൊത്ത് മണവാട്ടി സന്തോഷിക്കുമ്പോൾ ഭൂമിയിൽ മഹോദ്രവം നടക്കുകയാണ്. ഹല്ലേലൂയ. ആദ്യത്തെ 3.5 വർഷക്കാലം വളരെ മനോഹരം. അതേ ഹല്ലേലൂയ. വളരെ മനോഹരനായ ആൻറ്റി ക്രൈസ്റ്റിലൂടെ ഭരണം ചെയ്യുകയാണ്. വൺ വേൾഡ് ഓർഡറൊക്കെ ആയിട്ട് മനോഹരമായ കാഴ്ചകൾ, എല്ലാ വിഷയങ്ങൾക്കും സൊല്യൂഷൻ. ഹല്ലേലൂയ. യഹൂദൻ നോക്കിയിരിക്കുന്ന അവരുടെ വാഗ്ദത്ത നാടായ ഹല്ലേലൂയ അവരുടെ യെരൂശലേം ദേവാലയത്തിൻ്റെ പണിക്ക് വേണ്ടിയുള്ള ഒത്താശകളൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ അവർ കബളിപ്പിക്കപ്പെടും. ഇതാണ് ഞങ്ങളുടെ വാഗ്ദത്ത മശിഹ എന്നൊക്കെ ചിന്തിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ, അങ്ങനെ യഹൂദനുമായിട്ട് ചേർന്ന് അങ്ങനെ ലോകമെല്ലാം ഇങ്ങനെ ഒരു ഫോൾസ് ആയിട്ടുള്ള അനുഭവത്തിലേക്ക് പൊക്കോണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിടെ ഇല്ല കേട്ടോ. പരിശുദ്ധാത്മാവിടെ ഇല്ല. ഏതെങ്കിലും ദൈവജനം കൈവിടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ കാര്യം പോക്ക വളരെ ബുദ്ധിമുട്ടാണ്. നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നുവെങ്കിൽ പാപിയുടെയും അഭക്തൻ്റെയും ഗതി എന്താകും? അതുകൊണ്ട് ദൈവഹിത പ്രകാരം ജീവിക്കുന്നവർ ഹല്ലേലൂയ തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സൃഷ്ടാവിങ്കൽ ഭരമേൽപ്പിക്കട്ടെ. ഒരുങ്ങി മാത്രം ജീവിപ്പാനിടയാകട്ടെ. പരിശുദ്ധാത്മാവ് ഉണ്ടായിട്ട്, അഭിഷേകം ഉണ്ടായിട്ട് പ്രതികൂലങ്ങൾ പലപ്പോഴും നാം അഭിഷേകത്തെ ഹല്ലേലൂയ മാറി പരാജയപ്പെട്ട് കിടക്കാറുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് ഇല്ലാത്തൊരു ലോകത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കാമോ? പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമില്ലാത്ത ഹല്ലേലൂയ ആരെങ്കിലും മഹോദ്രവകാലത്ത് രക്തസാക്ഷിയായിട്ട് കർത്താവിൻ്റെ വരവിലെടുക്കപ്പെടാമെന്ന് ചിന്തിക്കുന്നെങ്കിൽ അതിനുവേണ്ടി തുനിയരുത്. ഇപ്പോഴാകുന്ന സുപ്രസാദ കാലം, ഇപ്പോഴാകുന്ന രക്ഷാദിവസം നമ്മുടെ അവകാശത്തിലേക്ക് മടങ്ങി വന്ന് നിൽക്കുവാനിടയാകട്ടെ. ആരോടെങ്കിലും പിണക്കോ പകയോ എന്തെങ്കിലും പിശാച് അവകാശം പറയുന്നുണ്ടെങ്കിൽ ഇന്ന് ഈ യാഗപീഠത്തിൻ്റെ ഹാളിലെ മുമ്പിൽ അതിനെ ആ തീക്കാത്തെ കെറിഞ്ഞിട്ട്
ഓ റാബാനാദാരബ ശാന്തുരിയാബ റഗലാദരഗ ശേഖേരിയ. ഹല്ലേലൂയ. ഒരു പൂർണ്ണ വിടുതൽ. ഹല്ലേലൂയ. സ്വതന്ത്രനായിട്ട് പോകുവാനിടയാകട്ടെ. ആരും ഒരു ബന്ധനം കൊണ്ട് തിരിച്ചു പോകരുത്. നിങ്ങളെ ഉപദ്രവിച്ചവർ കാണാം, നിങ്ങൾക്കെതിരെ വേദനയുടെ വാക്കുകൾ പറഞ്ഞവർ കാണാം, നിങ്ങളെ തള്ളിക്കളഞ്ഞവർ കാണാം, നിങ്ങൾ അർഹിച്ച സ്ഥാനങ്ങളെ അപഹരിച്ചവർ കാണാം. ഒരുപക്ഷെ സ്വന്തം പാത്രത്തിൽ നിന്ന് കഴിച്ചവരാകാം, ഒരേ അപ്പത്തിന്റെ അവകാശികളാകാം. എന്നാൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ഓ ഹല്ലേലൂയ. ആ കെട്ടിനെ യാഗപീഠത്തിലേക്ക് എറിഞ്ഞു കളകാം. ഓ ഹല്ലേലൂയ. ആ വൈരാഗ്യം യാഗപീഠത്തിന്റെ കെട്ടിലേക്ക് എറിഞ്ഞു കളകാം. റോക്കോ സേംബ്രോനിയ, അത് തീയിൽ എരിഞ്ഞു മാറട്ടെ. നീ ശുദ്ധീകരണം പ്രാപിക്കട്ടെ. നിന്നെ കെട്ടിയിരിക്കുന്ന അദൃശ്യമായ കെട്ടുകൾ അഴിഞ്ഞു മാറട്ടെ. യേശുവിന് നിന്റെ മേൽ വാഹനമേറാനുണ്ട്. റാബാനാദാരാബ ശേഖേരിയാല ഹസ്തുനാദരാബ ശെംബ്രോനിയ റഗസ്കാരിയാബ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. വിശുദ്ധിയുടെ വസ്ത്രം ധരിച്ച് യേശുവിന് വാഹനമേകാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നവർക്ക് മുമ്പിൽ ഇതുവരെ തുറക്കാത്ത വഴികൾ തുറന്നു വരുവാനിടയാകും. ലോകത്തിന് നിനക്ക് ഒരുക്കിത്തരാൻ, ഇതുവരെ ഒരുക്കിത്തരാൻ കഴിയാത്ത വഴി നിന്റെ മേൽ അഭിഷേകം വരുമ്പോൾ വെളിപ്പെട്ടു വരുവാനിടയാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജനം അവരുടെ പ്രൗഢിക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ ഊരിട്ടിട്ട് തരികയാണ്. പ്രൈസ് ഗോഡ്. കഴുതയുടെ മഹത്വം കൊണ്ടല്ല, മഹത്വത്തിന്റെ രാജാവ് ഹല്ലേലൂയ അതിൻ്റെ മേൽ കയറിയിട്ടുണ്ട്. യുദ്ധവീരൻ കയറിയിട്ടുണ്ട്. യുദ്ധവീരൻ കയറിയാൽ നീ യുദ്ധം ചെയ്യണ്ട, നീ കർത്താവിനെ വഹിച്ചോണ്ട് നടന്നാൽ മതി. യുദ്ധവീരൻ യുദ്ധം ചെയ്തോളും. മഹത്വത്തിന്റെ രാജാവ് കയറിയാൽ നീ മഹത്വത്തിന് വേണ്ടി നെട്ടോട്ടം ഓടണ്ട. അവിടെ ചെന്നാ മഹത്വം കിട്ടുമെന്ന് പറഞ്ഞ് ഓടണ്ട. ഹല്ലേലൂയ. മഹത്വത്തിന്റെ രാജാവായിരിക്കുന്നത് നീ ആ മഹത്വത്തിന്റെ ഹല്ലേലൂയ വാഹകനാണ്. റമന ദുരബ ശാന്താരബ റേഖേരി മാനാദരബ. ഹല്ലേലൂയ. ഒരു മനുഷ്യൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്താൽ അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്, അതിനൊരു പരിധിയുണ്ട്. എന്നാൽ യുദ്ധവീരനായ യഹോവ യുദ്ധം ചെയ്താണ്ടല്ലോ, അതിനെ നിൽക്കാൻ ഒരൊറ്റ ശക്തിക്കും കഴിയത്തില്ല. രോഗസൗഖ്യം ഇതിന്റെ മധ്യത്തിൽ നടക്കണം. അന്ധകാര ശക്തികൾ ഇളകി പോകുവാനിടയാകണം. അടയാള സഹിതം വെളിപ്പെട്ട് പുറത്തു പോട്ടെ യേശുവിന്റെ നാമത്തിൽ. നാളുകളായി ഹല്ലേലൂയ. കൂനിയായ സ്ത്രീയെ ബാധിച്ചിരിക്കുന്ന രോഗാത്മാവ് യേശുവിന്റെ സാന്നിധ്യത്തിൽ മറഞ്ഞിരിക്കാൻ കഴിയാതെ സൗഖ്യമായതുപോലെ വരണ്ട കൈയുള്ള മനുഷ്യൻ യേശുവിന്റെ സാന്നിധ്യത്തിൽ കൈ നീട്ടുക എന്ന് പറഞ്ഞപ്പോൾ സൗഖ്യമായതുപോലെ നാളുകളായി ശരീരത്തെ ബന്ധിച്ചിരിക്കുന്ന രോഗാത്മാവിനെ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ അവരെ വീണ്ടും ജീവിപ്പിക്കയില്ലയോ? യെസ്. ഓ, സൗഖ്യത്തിന്റെ കരവിടെ വ്യാപരിക്കുകയാണ്. മഹത്വത്തിന്റെ രാജാവ് ഇതിന്റെ നെടുകയും കുറുകെ ഉലാത്തുകയാണ്. യുദ്ധവീരൻ ഇതിന്റെ നെടുകയും കുറുകെ ഉലാത്തുകയാണ്. തന്റെ തേജസ് വാരി ചുറ്റിയ ആത്മസാന്നിധ്യവുമായി ഇതിന്റെ മുന്നിൽ കൂടെ ഉലാത്തുകയാണ്. 7 സഭ, ഹല്ലേലൂയ, സഭകളുടെ മധ്യത്തിൽ കൂടെ ഉലാത്തുന്ന സഭയുടെ നാഥൻ. അഗ്നിജ്വാലക്കത്തെ കണ്ണുള്ളവൻ, മാറത്ത് പൊൻകച്ച കെട്ടിയവൻ, വെള്ളോടും സദൃശമായ കാലുകളുള്ളവൻ, ഊലയിൽ ചുട്ടുപഴുപ്പിച്ച വെള്ളോടും സദൃശമായ അവന്റെ പാദങ്ങൾ. ഓ, നിന്റെ അവസ്ഥകളിലേക്ക് സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോൾ അവിടെ ഒരു സാത്താന്യ ശക്തിക്കും നിലനിൽക്കാൻ കഴിയത്തില്ല. യെസ്, കം ഔട്ട് ഇൻ ദ നെയിം ഓഫ് ജീസസ്. യെസ്. റാബാനാദരബ ശേഖേരിയബ. You cannot hide anymore. You cannot hide anymore. You cannot hide anymore. Yes. Be free in the name of Jesus. Be free in the name of Jesus. Roko sembrania ragasko riba. Ralma ragaske riba shandu riba raganadara. Shambro rigate riala raba sandaraba. Yes. ദൈവത്തിന് മഹത്വം വെളിപ്പെട്ടു. മഹത്വം ഓ ഹല്ലേലൂയ. അവിടുത്തെ മഹത്വം കൈക്കൊള്ളണമേ, അവിടുത്തെ മഹത്വം കൈക്കൊള്ളണമേ. രമന ദുരബ ശംബ്രാനിയ റഗോ റീബോ ശംബ്രാനിയ
Ralbaragaskeri Boshanduri Abaragana Duragasen. പരിശുദ്ധാത്മാവേ അങ്ങയുടെ പ്രവൃത്തി ചെയ്യണമേ. പരിശുദ്ധാത്മാവേ അങ്ങയുടെ പ്രവൃത്തി ചെയ്യണമേ. പരിശുദ്ധാത്മാവേ അങ്ങയുടെ പ്രവൃത്തി ചെയ്യണമേ. ശക്തികൾ മാറി പോകട്ടെ. പരിശുദ്ധാത്മാവേ അങ്ങയുടെ പ്രവൃത്തി അഗ്നിയുടെ അഭിഷേകം ഇവിടെ ആളിക്കട്ടെ. അഗ്നിനാവ് പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ എല്ലാവരുടെ മേൽ പ്രത്യക്ഷമാകട്ടെ. ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ നിയോഗം. മാനസിക നിയന്ത്രണങ്ങൾ പൊട്ടട്ടെ. മാനസികമായ അതിർവരമ്പുകൾ പൊട്ടട്ടെ. അഭിഷേകത്തിന്റെ കുട്ടി വെളിപ്പെടുമ്പോ തകർക്കുന്ന അഭിഷേകം, യുഗത്തെ തകർക്കുന്ന അഭിഷേകം. കുട്ടി നിമിത്തം മുഖം തകരുന്നു. മുഖത്തെ തകർക്കുന്ന അഭിഷേകം, മുഖത്തെ തകർക്കുന്ന അഭിഷേകം വെളിപ്പെടുത്തി. അഭിഷേകം അതിനെ നിറയ്ക്കുന്ന ആത്മാവിന്റെ വെള്ളം ഇവിടെ വ്യാപരിക്കട്ടെ. Yes, 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 yes. Double Kamana, Rigana, double Kamana, Sadara, Hira, Mana, Shatha, double Barabala, Baraba, double Kamana, Shatha, Hira, Mana, Shatha, double Barabala, Baraba, double Kamana, Shatha, Hira, Mana, Shatha, double Baraba, Rivala, Baba, 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 Sabala, Barabala, Barabala, Baraba. Yes, yes, yes. Appa, Appa. Yes. Hallelujah. Amen, amen. Hallelujah. Shudabala, bala, bala, bala. Shabala, bala, bala, bala. Hiralaba, Shamdarala, bala, bala. Shudabala, bala, bala, bala. Hibalaba. Yes, hallelujah. ഞങ്ങളെ വിട്ട് കടന്നു പോകല്ലേ, ഞങ്ങളെ വിട്ട് കടന്നു പോകല്ലേ. Hallelujah, 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 hallelujah. David Putra, David Putra, Yeshua, Yeshua, Rabala, 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 Shamana, Rabala, Niralaba, Shamdarala, Rabala, Rabala. Vajanathina Vahanigal Toraka, Shatranda, in the world Turan the Varata, Turan the Varata, Turan the Varata. Oh, Shabala, Rabala, Rabala. Hiralaba, Shamdarala, Barabara, Baraba, Rikalaba, Shatarala, Barabara, Hiralaba, Baba, Baba. Yes. Amen, 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 amen. Amen, amen, amen. Amen, amen, amen. Amen, amen, amen. Ribalaba, Shabala, Barabara. Hiralaba, Shamdarala, Barabara.
യേശുവിന്റെ അധികാരം ചൊല്ലി അന്ധകാരത്തിന്റെ പോരുകളെല്ലാം അഗ്നിക്കിരയായി മാറട്ടെ. ആത്മാവിന്റെ തീയുടെ കത്തുമ്പോൾ തീക്കകത്ത് മറഞ്ഞിരിക്കുന്ന പുറത്തു വന്നിട്ട് അതിനെ ആത്മാവിന്റെ തീയിലേക്ക് തന്നെ കുടഞ്ഞു കളയുവാനിടയാകട്ടെ. ദുഷ്ടജന്തു തീക്കകത്ത് പുറത്തു വന്നെന്നുള്ള ശരി തന്നെ. എന്നാൽ അഭിഷക്തന്റെ കൈക്ക് അത് കടിച്ചു തൂങ്ങിയപ്പോൾ അതിനെ കുടഞ്ഞു കളഞ്ഞപ്പോൾ കുടഞ്ഞത് അഭിഷക്തനാണ്. ദൈവത്തിനെതിരെ ഈ അഭിഷേകത്തിൽ നിന്നതുകൊണ്ട് നിന്റെ ഹല്ലേലൂയ യോഗത്തെ കടിച്ചു തൂങ്ങിയ അന്ധകാരത്തെ ഇതിലൂടെ കത്തുന്ന ആത്മാവിന്റെ തീയിലേക്ക് നീ കുടഞ്ഞു കളയുവാനിടയാകട്ടെ. പട്ടണത്തിലേക്ക് പുതിയ വാതിലുകൾ, പട്ടണത്തിലേക്കുള്ള വാതിലുകൾ. Oh, hallelujah, hallelujah, hallelujah. Yes, 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 yes. കഴുതയോടൊരു ദൂത് പറയാനുണ്ട്. നീ ഇതുവരെ നീ ഇതുവരെ കാണാത്തതുപോലുള്ള പാതകൾ കൂടിയായിരിക്കാം നീ സഞ്ചരിക്കുന്നത്. പലരും വസ്ത്രങ്ങളൊക്കെ വിരിച്ചു തരുന്നുണ്ടായിരിക്കാം, വൃക്ഷക്കൊമ്പുകൾ വെട്ടിത്തരുന്നുണ്ടായിരിക്കാം. ഹല്ലേലൂയ. നീ വാഹനമേറ്റിക്കൊണ്ട് പോകുന്നതിൻ്റെ ഒരു ദൗത്യമുണ്ട്. എവിടെയെങ്കിലും ഹോഷനെ കേട്ടെങ്കിലോ അല്ലെങ്കിൽ വസ്ത്രങ്ങൾ കണ്ടതുകൊണ്ട് അവിടെ മാത്രം നിൽക്കാനുള്ളൊരു ദൗത്യത്തിനല്ല ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. നിന്റെ മേൽ മഹത്വത്തിൻ്റെ രാജാവിനെ കൊണ്ട് നീ ഒരു ഗേറ്റ് കടക്കേണ്ടതായിട്ടുണ്ട്. ഒരു പ്രധാന ദൗത്യത്തിലേക്ക് മഹത്വത്തിൻ്റെ രാജാവിനെ വഹിച്ചുകൊണ്ടു പോകാൻ ഒരു ദൗത്യം പിന്നിൽ കിടക്കുമ്പോൾ പലപ്പോഴും ഹോഷന കേട്ടും വഴിയാത്രയിൽ ഒരുങ്ങി വന്ന മനോഹരമായ പാതകൾ കണ്ടും അവിടെ ഒതുങ്ങി നിൽക്കുന്ന അനുഭവങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് നടത്തത്തിന് ഇച്ചിരി സ്പീഡ് കൂട്ടിക്കണം. ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ സ്പീഡ് കൂട്ടിക്കണം. റാബാന ദൂരാബ ശാംബ്രാനിയ. നല്ല സുഖമാ മഹത്വത്തെ വഹിച്ചുകൊണ്ട് നടക്കുമ്പോൾ, ഗ്ലോറി വെളിപ്പെടുമ്പോൾ ആൾക്കാരുടെ പ്രശംസയും ഹല്ലേലൂയ പലപ്പോഴും ആരുമറിയാതെ കടന്നു വരുന്ന അഹങ്കാരവും അഹന്തയുമൊക്കെ നമ്മളെ പിടിച്ച് ഹല്ലേലൂയ നമ്മുടെ ജഡത്തെ അങ്ങോട്ട് പൊക്കാൻ തുടങ്ങും. അതിനനുവദിക്കാതെ മഹത്വത്തിൻ്റെ രാജാവിനെ ലക്ഷ്യത്തിലേക്ക് കൊണ്ടെത്താനുള്ള ദൗത്യം മറന്നു പോകരുത്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ മേലിൽ നിന്ന് മഹത്വം പോയാൽ, അഭിഷേകം പോയാൽ നാം സാധാരണ മനുഷ്യനാണ്. പിശാച് നമ്മളെ ഇട്ട് പാറ്റിക്കളയും. അഭിഷേകം മാറിക്കളഞ്ഞാൽ, ദൈവസാന്നിധ്യം മാറിക്കളഞ്ഞാൽ നാം ശേഷം മനുഷ്യരാണ്. ദൈവസാന്നിധ്യം മാറിയാൽ വല്ലയിടത്തും കൊണ്ടിട്ട് മാവ് പൊടിക്കാൻ പിശാച് ഉപയോഗിക്കും. അനുവദിച്ചു കൊടുക്കരുത്. അഭിഷേകത്തെ നഷ്ടപ്പെടുത്തിയിട്ട് ഒരു കളിക്കും പോയേക്കരുത്. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. റമന ദുരബ ശാന്തരബ. പാത തെറ്റി ഓടുവാൻ ആരെയും ദൈവം അനുവദിക്കുന്നില്ല. മഹത്വത്തെ തക്ക സ്ഥാനത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. അപ്പോൾ യേശുവിനെ വഹിച്ചുകൊണ്ടുപോയ കഴുത മുന്നോട്ട് കടന്നു പോകുമ്പോൾ ആ കിഴക്ക വാതിൽ കൂടി അകത്തേക്ക് കയറി. അകത്തേക്ക് കയറിയപ്പോൾ ആലയത്തിനകത്ത് കാണുന്നത് എന്താണെന്നറിയാമോ?
അവിടെ വലിയ വ്യാപാരങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. പൊൻവാണിഭക്കാർ അവിടെ വ്യാപാരം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹാലലൂയ. ആട്, മാടുകൾ, മൃഗങ്ങൾ, ഞാൻ അതിനെക്കുറിച്ചൊന്നും വിവരിക്കുന്നില്ല. അങ്ങനെ പല കാര്യങ്ങളും. ദൈവത്തിൻ്റെ ആലയം, പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെട്ട പ്രാർത്ഥന നടക്കേണ്ടിടത്ത് അദൃശ്യമായി ഹാലലൂയ ദൈവ സാന്നിധ്യം വളരെയധികം അക്ഷരീയമായിട്ട് ഇറങ്ങി നിൽക്കേണ്ടിടത്ത് വ്യാപാരം നടക്കുകയാണ്. ഹാലലൂയ. ആൾക്കാർ ദൂരെ നിന്ന് വളരെ കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്ന മൃഗങ്ങളെ പുരോഹിതന്മാർ നോക്കിയിട്ട് പറയുകയാണ്, ഈ മൃഗം കൊള്ളത്തില്ല, ഇത് ഊനമുള്ളതാ, ഒരു കാര്യം ചെയ്യുക, ഇവിടെ കച്ചവടത്തിന് ഇവിടെ വിൽക്കാനുണ്ട്, നിങ്ങൾ അത് ഇവിടെ വെച്ചിട്ട് നിങ്ങൾ ഹാലലൂയ അല്പം കൂടെ തുക കൊടുത്തിട്ട് ഇവിടെ നിന്ന് മൃഗത്തെ വാങ്ങിക്കൊള്ളുക. അങ്ങനെയുള്ള കച്ചവടങ്ങൾ പലതും നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ഗോഡ്. ആലയം കച്ചവടത്തിനുള്ളതല്ല. നമ്മുടെ ഹാലലൂയ വ്യക്തി താല്പര്യങ്ങൾ ഇറക്കാനുള്ള ഇടമല്ല. ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കാൻ റാബാനാദാരാബ ആരുടെയും വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഇറക്കിക്കൊണ്ടുവരാൻ ഉള്ളതല്ല. ഹാലലൂയ പർവ്വതത്തിൽ കാണിച്ച മാതൃക, അവിടെ ആരാധനയ്ക്ക് ഒരു ക്രമമുണ്ട്, അതിനെ തുറച്ചു നിൽക്കാനുള്ളതാണ്. കർത്താവ് ചാട്ടയൊക്കെ കെട്ടിയിട്ടുണ്ടല്ലോ. ഹാലലൂയ. പൊൻവാണിപ്പക്കാരുടെ മേശകളെ മറിച്ചിട്ട് കളഞ്ഞു. ഹാലലൂയ. എന്നിട്ട് പറയുകയാണ്, എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും, നിങ്ങളോ ഇതിനെ കള്ളന്മാരുടെ ഗുഹയാക്കിയിരിക്കുന്നു. ആലയത്തെ ശുദ്ധീകരിച്ചതിന് ശേഷം അവിടെ യേശുവിനെ തേടി ചിലർ കടന്നു വരികയാണ്. ഹാലലൂയ. അതിൻ്റെ 14-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, കുരുടന്മാരും മുടന്തന്മാരും ദൈവാലയത്തിൽ അവൻ്റെ അടുക്കൽ വന്ന് അവൻ അവരെ സൗഖ്യമാക്കി. ന്യൂയോർക്ക് പട്ടണത്തിൽ, ഈ പട്ടണത്തിൻ്റെ പേര് നിങ്ങളുടെ മേൽ നൽകിയിട്ട് ദൈവം നമ്മളെ ഇവിടെ ആക്കിയിരിക്കുന്നത്, ഇത് പ്രാർത്ഥനാലയം, ഇത് സൗഖ്യത്തിൻ്റെ ആലയം. നാം ഹാലലൂയ അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ പുറമെ കൊടുത്തില്ലെങ്കിലും ദൈവശക്തിയാൽ ആകർഷിക്കപ്പെട്ട് അനേക കടന്നു വന്ന് സൗഖ്യം പ്രാപിപ്പാൻ, വിടുതൽ പ്രാപിപ്പാൻ, ഹാലലൂയ പാപികൾ മാനസാന്തരപ്പെടുവാൻ, രോഗികൾ സൗഖ്യമാക്കപ്പെടുവാൻ, ആരെങ്കിലും പിന്മാറിപ്പോയിട്ടുണ്ടെങ്കിൽ മടങ്ങി വരുവാൻ, തലമുറകൾ മടങ്ങി വരുവാനുള്ള ഇടമാണിത്. തടസ്സം നിൽക്കുന്ന അശുദ്ധിയുടെ മണ്ഡലങ്ങൾ മൊത്തം പുറത്തു പോകുന്ന യേശുവിൻ്റെ സാന്നിധ്യത്തോടെ വെളിപ്പെടട്ടെ. ചാട്ടകെട്ടി അവൻ അടിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള അശുദ്ധികളെല്ലാം പുറത്തു പോകുവാൻ ഇടയാകട്ടെ. റമന ദുരക ശാന്താരാബ. ഹാലലൂയ, ഹാലലൂയ. യേശുവിനോടുകൂടെ പന്തിയിലിരുന്നവർ വരെ മത്സര സ്വഭാവത്തിൽ ചിന്തിക്കുകയാണ്, ആരാണ് വലുത്? ഞാനാണോ വലുത്? അവനാണോ വലുത്? ഞാൻ ആദ്യ യേശുവിൻ്റെ അടുക്ക വന്നത്, അതുകൊണ്ട് ഞാനാണ് ഒന്നാമൻ. ഹാലലൂയ, ഹാലലൂയ. ചിലർ പറയുക എനിക്ക് വലത്തും ഇടത്ത് നിൽക്കണം. ഹാലലൂയ. അങ്ങനെ പല ചിന്തകളും ഇവിടെ ഉള്ളിൽ വ്യാപരിക്കുമ്പോൾ കർത്താവിനെ നിരൂപണത്തെ അറിഞ്ഞിട്ട് പറയുകയാണ്, ജാതികളിൽ അധിപതികളായവൻ കർത്തൃത്വം നടത്തുന്നു. ഏതാത്മാവിന് അധീരരാണെന്ന് അവരറിയാതെ പലതും വിളിച്ചു പറയുകയാണ്. ഹാലലൂയ. അശുദ്ധാത്മാക്കൾക്ക് നാം അധീനരായി പോകരുത്. അതിൻ്റെ ചിന്തകൾ എപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് ഓടി വരാം, നമ്മെ മാടി വിളിക്കുന്ന ചിന്തകൾ. ഹാലലൂയ. മറ്റുള്ളവരെക്കാൾ ഹാലലൂയ നാം ശ്രേഷ്ഠരാണെന്ന് ചിന്തിക്കുന്ന ചിന്തകൾ അകത്തേക്ക് കടന്നു വരുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ആത്മാവിൻ്റെ കെട്ടി അതിനെ അടിച്ച് പുറത്താക്കിയിട്ട് ഹൃദയം ശുദ്ധീകരിച്ച് ദൈവ സാന്നിധ്യത്തെ മടക്കിയോടെ പ്രതീക്ഷിപ്പാൻ ഇടയാകട്ടെ. മഹത്വത്തിൻ്റെ രാജാവിടെ വാഴട്ടെ, യുദ്ധവീരൻ വാഴട്ടെ, സൈന്യങ്ങളുടെ ഹോ വാഴട്ടെ. അവൻ ആലയത്തിൽ നിന്ന്, നാം ആകുന്ന ആലയത്തിൽ നിന്ന് നീ നടന്നു പോകുന്നിടത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുവാനിടയാകും. നീ കടന്നു ചെല്ലുന്നിടത്ത് കുരുടർ കാഴ്ച പ്രാപിപ്പാനിടയാകും, മുടന്തർ സൗഖ്യം പ്രാപിപ്പാനിടയാകും. പെന്തക്കോസ്തേ ഹാലലൂയ. ഇത് നമ്മൾ അന്യം നിന്നിട്ടില്ല, ദൈവസഭകൾ അന്യം നിന്നിട്ടില്ല. ഇന്നും അത് സംഭവിക്കും, ഇന്നും അത് സംഭവിക്കും. വിശ്വസിക്കുന്നവർക്ക് സകലവും സാധ്യം. ഒരുപക്ഷെ നിന്റെ രോഗം മെഡിക്കൽ സയൻസ് ഹാലലൂയ വിധി എഴുതി വെച്ച് മാറ്റിവെച്ചതായിരിക്കാം. ദൈവമക്കളെ, ഞാൻ ഇന്ന് നിങ്ങളുടെ മധ്യത്തിൽ കൂടെ നടക്കുമ്പോൾ ഞാൻ നടക്കുന്നൊരു വിടുതല. നിങ്ങൾക്കറിയാമോ, എൻ്റെ ഈ വലത്തെ മുട്ടിൻ്റെ ലിഗമെന്റ് മൊത്തം തകർന്നു പോയതാ. ഹാലലൂയ. നിങ്ങൾക്ക് സംശയമുണ്ട്, എൻ്റെ സ്കാനിങ് റിപ്പോർട്ടും എല്ലാം ഇരിപ്പുണ്ട്, ഞാൻ വേണേൽ കാണിച്ചു തരാം. ഇന്നൊരു പുതിയ ഡോക്ടർ എന്നെ കണ്ടാൽ ഉടനെ പറയും, നീ സർജറി ചെയ്തിട്ടില്ല, എങ്ങനെയാണ് നീ നടക്കുന്നതെന്ന്. പക്ഷേ ഒരു ദിവസം ദൈവത്തിൻ്റെ സാന്നിധ്യം എന്നെ തൊടുവാനിടയായി തീർന്നു. റോമാലേഖനം 8:11 കാണുന്ന യേശുവിനെ മരിച്ചവരുടെ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെങ്കിൽ, ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കുന്നുള്ളൊരു വാക്യം ഒരു സഭാരാധനയിൽ ഇരുന്നപ്പോൾ
അതിനു മുമ്പേ കുറേ വർഷങ്ങളിൽ മെറ്റൽ സ്പ്ലിൻ്റൊക്കെ ഇട്ടോണ്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഞാൻ ആരാധനയിടയിൽ അന്ന് തീരുമാനമെടുത്തു, ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ ഇതിനെ ഞാൻ ഊരിയെടുത്ത് എറിയുമെന്ന്. അന്ന് ഞാൻ എറിഞ്ഞതാണ്, പിന്നെ ഞാൻ ഇട്ടിട്ടില്ല. പ്രൈസ് ഗോഡ്. ഹാലലൂയ, ഹാലലൂയ. ഇതൊന്നും ദൈവജനത്തിന് അന്യം നിന്നിട്ടുള്ളതല്ല. ഹാലലൂയ. ഒരു പക്ഷേ നിങ്ങളുടെ നടുവിനെ അസ്വസ്ഥപ്പെടുന്ന രോഗങ്ങൾ അനവധി വർഷങ്ങളായിട്ടുണ്ടാകാം. അതിനൊരു മറുപടി ഇല്ലെന്ന് പലരും പറഞ്ഞിട്ടുണ്ടാകാം. നിങ്ങൾ തന്നെ വിധി എഴുതി. എന്നാൽ ഇന്ന് വിശ്വാസത്താൽ ഒന്ന് ഏറ്റെടുക്കാൻ കഴിയുമോ? ഹാലലൂയ. നിങ്ങൾക്ക് വേണ്ടി മറ്റാർക്കും വിശ്വസിക്കാൻ കഴിയത്തില്ല. ഇത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി മാത്രം വ്യാപരിക്കുന്ന ദൈവശക്തിയാ. ഹാലലൂയ, ഹാലലൂയ. ഒരു പക്ഷേ യേശുവിനെ അറിയാത്ത ഒരു വ്യക്തിക്ക് വേണ്ടി അഭിഷക്തം പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യമുണ്ടായിരുന്നു. എന്നാൽ വർഷങ്ങളായി ദൈവവചനം കേട്ട് അതിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കി ദൈവകൃപയെ ആസ്വദിച്ചിട്ട് ഹാലലൂയ ഒരു ദൈവത്തിൽ നിന്നിട്ട് വിശ്വസിക്കാതെ നിന്നാൽ സൗഖ്യം വരുമെന്ന് ചിന്തിക്കരുത്. ഇന്ന് പൽക്കാലം അവിശ്വാസത്തെ ശാസിച്ചിട്ട് ദൈവത്തിലേക്ക് മടങ്ങി വരുവാനിടയാകട്ടെ. ഞാൻ വിഷയത്തിലേക്ക് മടങ്ങി വരട്ടെ. പ്രൈസ് ഗോഡ്. മഹത്വത്തിൻ്റെ രാജാവ് ആലയത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നപ്പോൾ, ശുദ്ധീകരണം സംഭവിച്ചപ്പോൾ, മാറേണ്ടതൊക്കെ മാറിയപ്പോഴത്തേക്ക് വ്യാപാരക്കാരെയും മറ്റ് കച്ചവടക്കാരെയൊക്കെ അടിച്ച് പുറത്താക്കി കളഞ്ഞപ്പോൾ, ആലയം ശുദ്ധീകരിക്കപ്പെട്ടപ്പോൾ, അവിടെ നാളുകളായിട്ട് സൗഖ്യം പ്രാപിപ്പാൻ നിന്നൊരു കൂട്ടം യേശുവിൻ്റെ അടുത്തേക്ക് വന്ന് സൗഖ്യം പ്രാപിക്കുകയാണ്. പ്രൈസ് ഗോഡ്. 24-ാം സങ്കീർത്തനം നാം വായിച്ച ഭാഗത്തേക്ക് കടന്നു വരാം. ആത്മാവിൽ ദാവീദ് ഈ ഭാഗം പറയുന്നുണ്ട്. ദാവീദ് പറയുന്നതുണ്ടല്ലോ മഹത്വ പ്രത്യക്ഷതയുടെ സമയത്താണ്. മഹത്വ പ്രത്യക്ഷ, അതായത് ഈ രഹസ്യവരവ്, യേശുവിൻ്റെ രഹസ്യവരവെന്ന് ഉള്ള കാര്യം പുതിയ നിയമ വിശ്വാസികൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന മനോഹരമായ ഈ അനുഭവം ഉണ്ടല്ലോ, അതിനെ പഴയ നിയമത്തിലെ പ്രവാചകന്മാർക്ക് പലർക്കും വെളിപ്പെട്ടിട്ടില്ല. ഹാലലൂയ. യേശുവിൻ്റെ മരണ പുനരുത്ഥാന തേജസ്സുകൾക്ക് ശേഷം ഹാലലൂയ അപ്പോസ്തലനായ പൗലോസ് ഈ വിഷയങ്ങളെക്കുറിച്ച്, റപ്ചർ എന്നുള്ള വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് പോലും ഇതൊരു പുതിയ അറിവായിരുന്നു. ഹാലലൂയ. അവരക്ഷരികമായിട്ട് യേശു വന്ന് ഐഹികമായിട്ട് ഈ ലോകത്തിൽ മശിഹിയായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ച് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ പത്രോസ് അപ്പോസ്തലൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നമ്മുടെ സഹോദരനായ പൗലോസ് ചില കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ ഗ്രഹിപ്പാൻ പ്രയാസമുള്ള ചില കാര്യങ്ങളുണ്ടെന്ന് പറയുന്നുണ്ട്. ഹാലലൂയ. അതായത് ദൈവവചനത്തെക്കുറിച്ച് ആഴത്തിൽ അറിയാത്തവർ, ദൈവവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങാത്തവർ, പ്രാർത്ഥനാ ജീവിതത്തിൽ കൂടി ദൈവത്തോട് ബന്ധപ്പെടാത്തവർ, ദൈവവചനത്തെ കോട്ടിക്കളഞ്ഞിട്ട് ശേഷമുള്ളവരെ കുറിച്ച് കൂടെ തെറ്റിക്കുന്ന അനുഭവങ്ങളുള്ളപ്പോൾ ഹാലലൂയ കൃപ പ്രാപിച്ച ദൈവജനം ഈ ദിവസങ്ങൾ ദൈവവചനത്തിലേക്ക് മടങ്ങി വരണം. സമയം വേർതിരിച്ചത് ദൈവവചനം ധ്യാനിപ്പാനിടയാകണം. പ്രാർത്ഥനാ റൂമിലിരുന്ന് മണിക്കൂറുകൾ പ്രാർത്ഥിക്കുക. ദൈവവചനം ആത്മാവിൻ്റെ അഭിഷേകത്തോടെ പഠിക്കുവാനിടയാകട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. അപ്പോൾ ഈ മഹത്വ പ്രത്യക്ഷത എന്താണ്? ഞാൻ പറഞ്ഞു വന്നപോലെ മഹോദരകാലത്തിൻ്റെ ആദ്യത്തെ 3.5 വർഷക്കാലം വളരെ മനോഹരം. നല്ല ഭരണകൂടം, ടെക്നോളജികളെല്ലാം അഡ്വാൻസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യന് ഇനി ക്രെഡിറ്റ് കാർഡും കൊണ്ടൊന്നും നടക്കണ്ട, ഫോൺ പേ പോലും ചെയ്യണ്ട. കൈമേലും ഹാലലൂയ നെറ്റിമേലും മുദ്ര ലഭിച്ചവർക്കെല്ലാം സാധനങ്ങൾ വാങ്ങുവാനും വിൽക്കുവാനും കഴിയും. ഹാലലൂയ. കള്ളത്തരങ്ങളൊന്നും ഉണ്ടാകത്തില്ല, ആർക്കും മോഷ്ടിച്ചുകൊണ്ട് പോകാൻ കഴിയത്തില്ല. എല്ലാം ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ട് സേഫായിട്ടുള്ള കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് വെച്ചിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ 3.5 വർഷം കഴിയുമ്പോഴത്തേക്ക് ഇവൻ്റെ മേലേക്ക് അന്ധകാര ശക്തിയുടെ അഭിഷേകം വളരെ ശക്തമായിട്ട് കയറിയിട്ട് അവൻ്റെ യഥാർത്ഥ രൂപം അങ്ങോട്ട് വെളിപ്പെടുത്തി തരികയാണ്. അവൻ പറയുകയാണ്, യെരുശലേം ദേവാലയത്തിൽ നിരന്തരമായ ഹോമയാഗമൊക്കെ നിർത്തിയിട്ട് ഇനി എൻ്റെ ഹല്ലേലൂയ സ്റ്റാച്യൂടെ വെച്ചിട്ട് എൻ്റെ വിഗ്രഹത്തെ നിങ്ങൾ ആരാധിച്ചാൽ മതിയെന്ന് പറയുമ്പോഴാണ് യഹൂദൻ തിരിച്ചറിയുന്നത്, കബളിപ്പിക്കപ്പെട്ടു പോയി, ഇത് മശിഹയല്ല, ഞങ്ങൾ കബളിക്കപ്പെട്ടു പോയെന്ന് തിരിച്ചറിയുവാനിടയാകുന്നത്. ഹല്ലേലൂയ. പ്രതിസന്ധികൾ വരുമ്പോഴത്തേക്ക് അവർ കുത്തിയവകളിലേക്ക് നോക്കുവാനിടയാകും. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർക്ക് വേണ്ടി തകർക്കപ്പെടുവാൻ ഇറങ്ങി വന്നിട്ട് കഷ്ടം സഹിച്ച് വേദന അനുഭവിച്ച് യാതന അനുഭവിച്ച് അവരിൽ ഒരുവനെ പോലെ ഹല്ലേലൂയ രോഗം ശീലിച്ചവനായി നിന്ദിക്കപ്പെട്ടവനായി നടന്നപ്പോൾ അവർ പരിഹസിപ്പാനിടയായി തീർന്നു. ക്രൂശിൽ കിടന്നപ്പോൾ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് വിരൂപനായി തീർന്നു. അവന്റെ ഹല്ലേലൂയ വഴി പോകുന്നവരൊക്കെ അവനെ പരിഹസിച്ചു. ഹേ ക്രിസ്തുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, നീ അനേകരെ സൗഖ്യമാക്കിയല്ലോ, അനേകരെ വിടുവിച്ചുവല്ലോ, തന്നെ താൻ ക്രൂശിൽ നിറങ്ങി വാ എന്നാൽ ഞങ്ങൾ വിശ്വസിക്കാം. അവൻ സ്വന്തമായതിലേക്ക് വന്നു.
സ്വന്തക്കാരുടെ അടുത്തേക്ക് വന്നപ്പോൾ സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. എന്നാൽ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തപ്പോൾ ആ ഒരൊറ്റ അധികാരത്തിലാണ് ഞാൻ നിങ്ങളും ഇരിക്കുന്നത്. ആ അധികാരത്തിൻ്റെ വില മറന്നു പോകരുത്. ഒരു സാധാരണ അധികാരമല്ല നിങ്ങളുടെ മേൽ ഇരിക്കുന്നത് കേട്ടോ. ഒരു സാധാരണ അധികാരമല്ല നിങ്ങളുടെ മേൽ ഇരിക്കുന്നത് കേട്ടോ. റഗന ദുരബ ശംബ്ര നിയാറൽ കോരിയാബ ഹസ്തുന ദരബ ശാന്താരിയാബ റാൽ മറഗസ് കേരിബ ശാന്താരാബ. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അധികാരത്തെ തിരിച്ചറിയുവാൻ അവകാശി സർവത്തിനും അവകാശിയെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. ദൈവം നൽകിയ അധികാരത്തെ തിരിച്ചറിയാത്തിടത്തോളം കാലം ഒരു സാധാരണ ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. എന്നാൽ ദൈവപൈതലിനുള്ള അതോറിറ്റി, അധികാരം തിരിച്ചറിയാനിടയാകട്ടെ. ആൺ പെൺ വ്യത്യാസമില്ലാതെ ആത്മാവിൻ്റെ അധികാരം നിന്റെ നാവിന്മേൽ തന്നിട്ടുള്ളപ്പോൾ അധികാരത്തോടെ തലമുറകളുടെ മേൽ വ്യാപരിക്കും. ദുരാത്മാവിൻ്റെ മേൽ അധികാരത്തോടെ കടന്നുപോ വിട്ടുപോ നീ പറയുമ്പോൾ നിന്റെ വാക്കിന്മേൽ ദൈവശക്തി വ്യാപരിക്കുകയാണ്. ഞാനും എൻ്റെ രണ്ടാമത്തെ ജോസയും കൂടെ ആണല്ലോ കടന്നു വന്നിരിക്കും. ഞങ്ങൾ ഇങ്ങോട്ട് കടന്നു പോകുമ്പോൾ ഇവിടെ അടുത്ത് എത്തിയപ്പോൾ ഏകദേശം ആ എൽമൺ റോഡിന് അടുത്തെത്തിയപ്പോഴത്തേക്ക് ഒരു ചെറുപ്പക്കാരൻ വണ്ടിയുടെ എന്താ പറയുന്നത് വിൻഡോ ഒക്കെ തുറന്നിട്ടിട്ട് റാപ്പ് മ്യൂസിക്കൊക്കെ ഇട്ട് ഇങ്ങനെ ഞങ്ങളുടെ അടുത്ത ലൈനിൽ കൂടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അവൻ്റെ വണ്ടിക്കകത്ത് വരുന്ന ആ മ്യൂസിക്കിൻ്റെ പ്രകമ്പനം കൊണ്ട് ഞങ്ങളുടെ വണ്ടിയും വിറയ്ക്കാനിടയത്തില്ല. അപ്പോൾ ഞാൻ എൻ്റെ മോനോട് ചോദിച്ചു, നീ ഒന്ന് ചിന്തിച്ച് നോക്കിക്കട്ടെ, എന്തുകൊണ്ടാണ് അവൻ്റെ ഇതിനകത്ത് കിടക്കുന്ന മ്യൂസിക് കൊണ്ട് നമ്മുടെ വണ്ടി ഷേക്ക് ചെയ്യുന്നത്? ഈ ലോകത്തിലെ ഒരു ശബ്ദത്തിന് അങ്ങനെ പ്രകമ്പനം കൊള്ളിപ്പിക്കാൻ കഴിയുമെങ്കിൽ ദൈവശബ്ദം, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ 29-ാം സങ്കീർത്തനത്തിൽ കാണുന്നത് പോലെ ഹല്ലേലൂയ, മരങ്ങളെ തോലിരിക്കുന്ന മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന ഓ ഹറാബ ശാന്തരബ കാദേശ് മരുവിനെ നടക്കുന്ന യഹോവയുടെ ശബ്ദം നിന്റെ ആദരത്തിൽ കൂടി പുറത്തു വരുമ്പോൾ ഇന്ന് പൽക്കാലം ആത്മാവിൽ എഴുന്നേറ്റ് നിന്നൊന്ന് കൽപ്പിക്കാൻ കഴിയുമോ? രോഗത്തിന് മേൽ, അന്ധകാര ശക്തിയുടെ മേൽ കൽപ്പിക്കാൻ കഴിയുമോ? അധികാരം പ്രാപിച്ച ദൈവജനം ആത്മാവിൽ എഴുന്നേറ്റ് നിന്ന് പോരാടുവാനിടയാകണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദാവീദ് ഇങ്ങനെ 24-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ പ്രവചിച്ചു വെച്ചിട്ടുണ്ടെന്നുള്ളതൊക്കെ യൂദന്മാർ പഠിക്കുകയും അവരുടെ പുരോഹിതന്മാർ അതിനെക്കുറിച്ച്, റബിമാർ അതിനെക്കുറിച്ച് വളരെ നന്നായിട്ട് സവിസ്തരം പഠിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് അവരതിനു വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ യഹൂദന്മാർ പല സമയങ്ങളിലായിട്ട് ഇസ്രായേൽ ജനം അവരുടെ ദേശത്ത് നിഷ്കാസനം ചെയ്യുവാനിടയായി തീർന്നു. റോമൻ ഭരണാധികാരികളുടെ പല സമയങ്ങളിലായിട്ട് അവർക്ക് അവരുടെ ദേശം നഷ്ടമാകുവാനിടയായി തീർന്നു. പ്രാരംഭകാലത്തിൽ നെബൂഖദ്നേസറിനെ കൊണ്ട് അവരെ തീച്ചൂളയ്ക്ക് സമാനമായ കഷ്ടങ്ങൾ കൂടി കടത്തിവിട്ട് യെരൂശലേം ദേവാലയത്തെ നാമാവിശേഷമാക്കി കളയുവാനായിട്ടിടയായി തീർന്നു. ശലോമോന്റെ കാലത്ത് പണിത മനോഹരമായ ആലയം തകർക്കപ്പെട്ടു. അവരുടെ പ്രൗഢിയും അവരുടെ ശ്രേഷ്ഠതയുമൊക്കെ ആയിരുന്ന ആലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർന്നു പോകുവാനായിട്ടിടയായി തീർന്നു. അതിനുശേഷം ഹെരോദാവിൻ്റെ കാലത്ത് ഒക്കെ പണിയുവാനിടയായി, സെരൂബാബേലിൻ്റെ കാലത്തൊക്കെ പണിയുകയാണ്. പല സന്ദർഭങ്ങളിലും പണിത ആലയങ്ങൾ ഇന്ന് അതിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നത് ജാതികളുടെ ദേവാലയമാണ്. അഭിഷക്തൻ ഛേദിക്കപ്പെടുന്ന 42 മാസം ജാതികൾ ഹല്ലേലൂയ വിശുദ്ധ സ്ഥലത്തെ ചവിട്ടുമെന്നുള്ള പ്രവചനം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിൻ്റെ അന്ത്യത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഓ റാബ സാന്ദരാബ, ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ പ്രവചന വാക്കുകളെ തിരിച്ചറിയുവാനിടയാകണം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വാക്കുകളെ തിരിച്ചറിഞ്ഞ് ഹല്ലേലൂയ ദാനിയേൽ പ്രാർത്ഥിച്ചതുപോലെ, പിതാക്കന്മാരുടെ അകൃത്യത്തെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചതുപോലെ ദൈവ സാന്നിധ്യത്തിന് വേണ്ടി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. വാഗ്ദത്തങ്ങൾ അനവധിയുണ്ട്. ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ വരവ് വാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ ദൈവസഭ കടന്ന് കൃപായുഗത്തിൽ കിടക്കുന്ന ദൈവജനം നല്ല സുന്ദരമായിട്ട് കടന്ന് ഉറങ്ങുകയാണ് ആത്മാവിൽ. പിശാച് നിന്നെ പേടിച്ച് നിൽക്കുമ്പോൾ നമ്മൾ നല്ല സുന്ദരമായിട്ട് ഉറങ്ങുകയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൂതന്മാർ പോലും കുനിഞ്ഞു നോക്കുകയാണ്, ഇവരെത്ര ശ്രേഷ്ഠർ. ഓ ഹല്ലേലൂയ, യേശുവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയ ഇവർക്ക് ഹല്ലേലൂയ അപ്പന്റെ മുഖത്തേക്ക് നോക്കി അപ്പ എന്ന് വിളിക്കാനുള്ള യോഗ്യതയുണ്ട്. സാറാഫുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാണ് പറയുന്നത്, ഇത് പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന്. പ്രിവിലേജിനെ മനസ്സിലാക്കണം കേട്ടോ, പ്രിവിലേജിനെ മനസ്സിലാക്കണം. ആരാധനയുടെ ഹല്ലേലൂയ ദൈവം കൊണ്ടുവന്നത് എവിടുന്നാണെന്ന് ഇടയ്ക്കൊന്ന് നോക്കണം. പ്രൈസ് ഗോഡ്,
വെട്ടിയെടുത്ത കല്ലൊക്കെ ഒന്ന് നോക്കണം. കുറേ വർഷങ്ങൾക്ക് പുറകിലൊക്കെ ഒന്ന് നോക്കിക്കേ. ഇപ്പം നമുക്ക് കടന്നു വന്ന നമ്മുടെ വസ്ത്രം ചുളുങ്ങാതിരിക്കാൻ വളരെ ഇഷ്ടമാണ്. നമ്മുടെ വസ്ത്രത്തിൽ ഒരു പൊടി പോലും പറ്റാതെ, ആരാധനയിലാണെങ്കിലും ഒരു ഹല്ലേലൂയ ഒന്നും പറ്റാതെ ഇരിക്കാൻ വളരെ ഇഷ്ടമാണ്. ദാവീദിനെ നോക്ക്, അവൻ്റെ രാജകീയ പ്രൗഢിയൊക്കെ മാറ്റിയിട്ട് പഞ്ഞി നൂലങ്കി ധരിച്ച് പെട്ടകം കണ്ടപ്പോൾ അതിന് മുമ്പിൽ നൃത്തം ചെയ്തു. അവനെ ദൈവം മാനിച്ചു. ആരാധനയ്ക്ക് വില കൊടുക്കാമോ? ദൈവസഭയുടെ ആരാധന മാറണം. ആത്മാവിന്റെ തീയിറങ്ങണം. പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി വരും. പൂർണ്ണ ഹൃദയത്തോടെ ആരാധിക്ക്, പൂർണ്ണ മനസ്സോടെ ആരാധിക്ക്. ശക്തി മൊത്തം ദൈവത്തിന് കൊടുക്ക്. ദൈവത്തിന്മാരെ യഹോവയ്ക്ക് കൊടുക്ക്. മഹത്വവും ശക്തിയും കൊടുക്ക്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിന്റെ ആദരങ്ങളാൽ കർത്താവിനെ സ്തുതിക്ക്. അവസ്ഥകൾ മാറും. സമയം വല്ലാതെ മുന്നോട്ട് പോകുന്നത് കൊണ്ട് വിഷയത്തിലേക്ക് ഞാൻ മടങ്ങി വരട്ടെ. ഹല്ലേലൂയ. അപ്പോൾ യേശു ആലയത്തിലേക്ക് പ്രവേശിച്ച ഈ ഗേറ്റ് ഉണ്ടല്ലോ, ഗേറ്റ്, ഈ മഹത് വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തി. ഈ കിഴക്കേ വാതിൽ, ഈസ്റ്റേൺ ഗേറ്റ്. ഹല്ലേലൂയ. ഈ ഗേറ്റിന് പല പേരുകളുണ്ട്. ഗോൾഡൻ ഗേറ്റ് എന്ന് പറയും, ഗേറ്റ് ഓഫ് മേഴ്സി, അങ്ങനെ പല പേരുകളാണ് യഹൂദന്മാർ അതിനെ വിശേഷിപ്പിക്കുന്നത്. ഗേറ്റ് ഓഫ് മേഴ്സി. അപ്പോൾ ഈ ഗേറ്റിനെ കുറിച്ച് പല കാര്യങ്ങൾ ഇങ്ങനെ, പ്രത്യേകിച്ച് തുർക്കികൾ ആ ഭാഗം ഭരിക്കുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി. ഇവരുടെ യഹൂദന്മാരുടെ മിശിഹ മടങ്ങി വരും. മിശിഹ രാജകീയനായിട്ട് മടങ്ങി വരുമ്പോൾ മറ്റ് ജാതികളെല്ലാം നിഗ്രഹിച്ചിട്ട് ഈ ഈസ്റ്റേൺ ഗേറ്റിൽ കൂടിയാണ് അകത്ത് കടക്കുന്നതെന്ന് അവർ തിരിച്ചറിയുവാൻ അവർ ഇത് തിരിച്ചറിഞ്ഞത് യഹൂദ റബിമാരോട് വളരെ സ്നേഹത്തോടെ ചോദിച്ച് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചറിഞ്ഞിട്ട് അവരൊരു പണി അങ്ങ് ചെയ്ത്. എന്താണെന്നറിയാമോ? ഇതിനെ ഇനി ഒരിക്കലും തുറക്കാത്തതുപോലെ അങ്ങ് പൂട്ടിക്കെട്ടിക്കളഞ്ഞു. ഹല്ലേലൂയ. മുദ്ര വെച്ച് ഇനി ഈസ്റ്റേൺ ഗേറ്റ് ആരും തുറക്കരുതെന്ന് പറഞ്ഞ് അവിടെ അങ്ങ് പൂട്ടുവാനായിട്ടിടയായി തീർന്നു. പല സമയങ്ങളിലും ഈ ഹല്ലേലൂയ ഈ വാതിൽ തകർന്നു പോയിട്ടുണ്ട്. പല സന്ദർഭങ്ങളിലായിട്ട് ഇതിനെ പുതുക്കി പണിതിട്ടുണ്ട്. എന്നാൽ ഹല്ലേലൂയ അനേക നാളുകളായി തുറക്കപ്പെടുവാൻ കഴിയാതെ വണ്ണം അത് അടഞ്ഞു കിടക്കുകയാണ്. മാത്രമല്ല മുസ്ലിങ്ങൾ ഒരു കാര്യം കൂടെ ചെയ്തു. എന്താണെന്നറിയാമോ? യഹൂദന്മാർക്ക് ഏറ്റവും ഹല്ലേലൂയ ഇഷ്ടമില്ലാത്ത, നീചമെന്ന് അവർ അടുക്കുവാൻ കഴിയാത്ത മേഖലയായിട്ട് അതിൻ്റെ ഇപ്പുറത്തേക്കുള്ള ഭാഗം, അതായത് ഈസ്റ്റേൺ ഗേറ്റിനും ഒലിവലയ്ക്കും ഇടയ്ക്കുള്ള ഭാഗങ്ങൾ അവർ മുസ്ലിങ്ങളുടെ സെമിട്രിയാക്കി, ശ്മശാന സ്ഥലമാക്കി. ഹല്ലേലൂയ. അതായത് അതിൻ്റെ അടുത്തേക്ക് ഒരു യഹൂദൻ പോയാൽ അവന് അശുദ്ധി വരുമെന്നുള്ള രീതി. അതായത് ഇനി അവരുടെ മശിഹ ആ വഴിയെങ്ങും വരരുത്, ഇവരുടെ രക്ഷകൻ ഇനി ആ വഴിയെങ്ങും വരരുതെന്ന് പറഞ്ഞ് തന്ത്രപൂർവം അവിടെ ശ്മശാന സ്ഥലമാക്കി മാറ്റുവാനിടയായി തീർന്നു. എന്നാൽ ദൈവപൈതലേ, ഹല്ലേലൂയ, ലോകം കാണുന്ന പോലെയുള്ള ഒരു ദൈവത്തെയല്ല നാം ആരാധിക്കുന്നത്. മഹത്വത്തിൻ്റെ രാജാവിനെയാണ്. അവൻ യുദ്ധവീരനാണ്. ഈ ലോകത്തിൻ്റെ യുദ്ധമല്ല, ഈ ലോകത്തിൻ്റെ നിയമങ്ങളല്ല, അതിനപ്പുറത്ത് ഹല്ലേലൂയ ഉന്നതന് മീതെ അത്യുന്നതൻ, സകലത്തെ സൃഷ്ടിച്ചവൻ, മണ്ണിനെ സൃഷ്ടിച്ചവൻ, മനുഷ്യനെ സൃഷ്ടിച്ചവൻ, സകല ജീവജാലങ്ങളെ സൃഷ്ടിച്ചവൻ. അവന്റെ വിശുദ്ധിക്ക് മുമ്പിൽ മനുഷ്യന്റെ ഒരു അശുദ്ധിക്കും പിടിച്ചു നിൽപ്പാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അവന്റെ മുഖത്തേക്ക് നോക്കിയാൽ മാനസികമായ നിലയിൽ അപ്പോഴേ മരിച്ചു വീഴും. അങ്ങനെയുള്ള ഒരു ദൈവത്തെ കേവലം ഈ ലോകത്തിൽ ഒരു ശ്മശാനമുണ്ടാക്കി തടഞ്ഞു വെക്കാമെന്ന് ചില ജാതീയ ശക്തികൾ ചിന്തിച്ചാൽ അത് വളരെ തെറ്റാണ്. ദൈവത്തിലെ നിന്റെ ജീവിതത്തിലേക്ക് മഹത്വത്തിന്റെ രാജാവ് കടന്നു വരുവാനുള്ള പഴുതുകളെ അടയ്ക്കുവാൻ നോക്കുന്ന സാത്താന്യ ശക്തികൾ ഒരുപക്ഷെ നീ മഹത്വത്തിന് വാഹകയായി ഒരു ഘട്ടത്തിൽ നിൽക്കുമെന്ന് മനസ്സിലാക്കി നിന്റെ ജീവിതത്തിൽ അപമാനം വരുത്തുവാൻ, നിന്നെ ലോകത്തിന് മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായി നീ ഒരു തരത്തിലും ഈ ദൈവവചനം എടുത്തുകൊണ്ട് നിൽക്കരുതെന്ന് പറഞ്ഞ് നിനക്കെതിരെ ഒരുക്കുന്ന തന്ത്രങ്ങൾ ഉണ്ടായിരിക്കാം. ഒരുപക്ഷെ പലപ്പോഴും നീ പരാജയപ്പെട്ടുണ്ടാകാം. എന്നാൽ നീ ആത്മാവിന്റെ ശക്തിയിലൊന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഹല്ലേലൂയ. ദൈവ സാന്നിധ്യത്തിലൊന്ന് ചലിക്കാൻ തുടങ്ങാമോ? ഒരു ശക്തിക്കും പിടിച്ചു വെക്കാൻ കഴിയാത്തതുപോലെ നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയും. കോരഹപുത്രന്മാർ ദൈവത്തിന് പാടുമെന്ന് മനസ്സിലാക്കിയപ്പോൾ പിതാവിന്റെ ഉള്ളിൽ ഹല്ലേലൂയ ചിലരുടെ കൂട്ടത്തിൽ നിന്ന് പൈശാചിക മേഖലയ്ക്കനുസരിച്ച് നീങ്ങി മോശയ്ക്ക് വിരോധമായി നിന്നിട്ട് പറയുകയാണ്, ഞങ്ങൾ മോശയുടെ കുടുംബക്കാരൊക്കെയാ,
ലേവി ഗോത്രത്തിലുള്ളവർ തന്നെയാ. ഞങ്ങൾ ലേവി ഗോത്രം, ഞങ്ങൾക്കും അറിയാം പ്രസംഗിക്കാൻ, ഞങ്ങൾക്കും അറിയാം വേണമെങ്കിൽ പ്രവചിക്കാൻ, ഞങ്ങൾക്കും അറിയാം ശുശ്രൂഷകളൊക്കെ ചെയ്യാൻ. ദൈവത്തിന്റെ നിയോഗത്തിനെതിരെ സംസാരിപ്പാൻ തുടങ്ങി. ദൈവത്തിന്റെ സന്നിധി വന്നിക്കാൻ പറഞ്ഞു, ഭൂമി വാ പിളർന്ന് വിഴുങ്ങിക്കളഞ്ഞു. ദൈവത്തിന്റെ അഗ്നിയിൽ ഹല്ലേലൂയ അവരുണ്ടാക്കിയതൊക്കെ ഹല്ലേലൂയ അമർന്നു പോകുവാനിടയായി തീർന്നു. ആ സമയത്ത് ആ തീക്കകത്ത് പെടാതെ വണ്ണം ഓടി യാഗപീഠത്തിൻ്റെ കൊമ്പുകളിലേക്ക് പിടിച്ച കോരകപുത്രന്മാർ പറയുകയാണ്, സൈന്യങ്ങളുടെ യഹോവേ തിരുനിവാസം എത്ര മനോഹരം. അവർക്ക് വേണേ അപമാനത്തിൽ നിൽക്കായിരുന്നു. അഭിഷക്തനെതിരായിട്ട് നിന്ന കുടുംബത്തിലെയാണ്. ഇനി ഞങ്ങൾക്കൊരിക്കലും ദൈവത്തിൽ നിൽക്കാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞ് വേണേ ആ ശാപത്തിൽ നിൽക്കാമായിരുന്നു. എന്നാൽ സകലുടെ ശാപത്തിന് ഹല്ലേലൂയ പരിഹാരം വരുത്തുന്ന ആ കാൽവറിയിൽ നിത്യയാഗമായി തീർന്ന ആ കർത്താവിൻ്റെ ഹല്ലേലൂയ ഓ റാബ സാന്ത രാബ റഗശേരിയാബ കർത്താവിൻ്റെ കാൽവറിയുടെ മുമ്പിൽ കടന്നു വന്നിട്ട് ഹല്ലേലൂയ ഹല്ലേലൂയ മേഴ്സിക്ക് വേണ്ടി അപേക്ഷിക്കുന്ന കരുണയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്ന ദൈവം ഇതിലേ നിന്റെ വിഷയത്തിന്മേൽ ഒരു വ്യത്യസ്തമായ മറുപടി വരികയാണ്. നിന്നെ ദൈവം ഉപയോഗിക്കാൻ പോവുകയാണ്. പിതാക്കന്മാരുടെ കാലത്ത് പലതും അടഞ്ഞു പോയിട്ടുണ്ടാകാം. പിതാക്കന്മാരുടെ കാലത്ത് പലതും നഷ്ടപ്പെട്ടുണ്ടായിരിക്കാം. പിതാക്കന്മാരുടെ ചരിത്രം പറഞ്ഞാൽ നിനക്കിനി ദൈവത്തിൽ എഴുന്നേറ്റ് നിൽപ്പാൻ കഴിയത്തില്ലായിരിക്കാം. ഒരുപക്ഷെ നമ്മുടെ തന്നെ സ്വന്തമായ പ്രവൃത്തികൾ പലതും നമ്മെ അപമാനത്തിന്റെ ആഴത്തിലേക്ക് കൊണ്ടിട്ടേക്കാം. എന്നാൽ ഇന്ന് പൽക്കാലം ഇവിടെ വ്യാപരിക്കുന്ന ദൈവസ്ഥാനത്തിന് മുമ്പിൽ കർത്താവിന്റെ സ്ഥാനത്തിൽ വിളിച്ചു പറ, കർത്താവേ അവിടുത്തെ യാഗപീഠത്തിലേക്ക് ഞാൻ അടുത്തു വരുന്നു. അങ്ങയുടെ ക്രൂശിൽ തീരാത്ത ശാപമില്ല. ഹല്ലേലൂയ. അവിടുത്തെ കാൽവറിയിൽ തകരാത്ത ബന്ധനങ്ങളില്ല. അവിടുത്തെ ഹല്ലേലൂയ കാൽവറിയിൽ എനിക്ക് വേണ്ടി അപമാനമേറ്റു, സകല അപമാനമേറ്റു. ഹല്ലേലൂയ. അങ്ങ് രോഗം ശീലിച്ചവനായി നിന്നത്, അങ്ങ് പാപം വഹിച്ചത്, അങ്ങ് തുപ്പലേറ്റത്, ഹല്ലേലൂയ മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്നുള്ള തിരുവെഴുത്തിനനുസരിച്ച് അങ്ങ് ആ മരത്തിൽ തൂങ്ങിയത് എൻ്റെ ശാപം പേറുവാനാണല്ലോ. ഇന്ന് പൽക്കാലം ഒരു ശാപത്തിന് നിന്നെ പിടിച്ചു വെക്കാൻ കഴിയത്തില്ല. യേശുവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയ ആ കാൽവറി ക്രൂസിനോട് ചേർത്ത് നിന്നെ കെട്ടുമ്പോൾ, ഗലാത്യലേഖനത്തിൽ അപ്പോസ്തലൻ പറയുന്ന 2-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ, ഇതാ ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനിയും ജീവിക്കുന്നത് ഞാനല്ല. ഹല്ലേലൂയ. ഐ ആം ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ്. ഐ നോ ലോങ്ങർ ലിവ് ബട്ട് ക്രൈസ്റ്റ് lives in me. ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടയുള്ള കഥകളെ ഉയർന്നിരുപ്പീൻ. മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിൻ്റെ രാജാവാർ ബലവാനും വീരനുമായ യഹോവ, യുദ്ധവീരനായ യഹോവ, സൈന്യങ്ങളുടെ യഹോവ, അവനാകുന്നു മഹത്വത്തിൻ്റെ രാജാവ്. അവൻ ഈ ദിവസങ്ങൾ പ്രവേശിക്കട്ടെ, അവൻ പ്രവേശിക്കട്ടെ. ഹൃദയവാതിലുകൾ തുറക്കാം. ഒരുപക്ഷെ ചില നാളുകൾ ചില വിഷയങ്ങൾ ഉണ്ടായിട്ട് ഹൃദയത്തിൻ്റെ വാതിലുകൾ ദൈവസാന്നിധ്യത്തെ അനുഭവിപ്പാൻ കഴിയാതെ അടച്ചു വെച്ചിരിക്കുകയായിരിക്കാം. ഇന്ന് ആത്മാവിന് തീശക്തമായി വെളിപ്പെട്ട് വരുമ്പോൾ അതിനു മുമ്പിൽ സകല അപമാനവും സകല നിരാശകളും മാറിയിട്ട് തുറക്കാമോ? കണ്ടാലും ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. നിങ്ങൾക്കൊരു ഉയർപ്പുണ്ട്, ഒരു മഹത്വത്തിൻ്റെ അനുഭവമുണ്ട്. മഹത്വത്തിൻ്റെ രാജാവിനെ വാഹനമേറാൻ വിളിക്കപ്പെട്ടവരാണ്. ആ തേജസ്സേറിയ അനുഭവത്തിലേക്ക് മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അവസരം കർത്താവിൻ്റെ ദാസനോടും ദൈവസഭയോടും എല്ലാവരോടും ഒരിക്കൽ കൂടിയുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ദൈവത്തിൽ ഇരുന്നുകൊള്ളുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. മാറനാഥ. ഗോഡ് ബ്ലസ് യു. ഗ്ലോറി ടു ഗോഡ്. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. നമുക്ക് ദൈവത്തിൽ പ്രാർത്ഥിക്കാം.